ജനവിഭാഗങ്ങളുടെ കണ്ണീരൊപ്പി രൂപീകരിച്ച സ്വയം സഹായ സംഘങ്ങളെയും സാധാരണക്കാരായ സ്ത്രീകളെയും വഞ്ചിച്ച് കോടികൾ തട്ടിയെടുത്ത മൈക്രോ ഫിനാൻസ് അഴിമതി കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ തനി നിറമൊടുവിൽ പുറത്താകുന്നു. വെള്ളാപ്പള്ളി നടേശനെ പ്രതിയാക്കി തയ്യാറാക്കിയ ആദ്യ കുറ്റപത്രത്തിന് വിജിലൻസ് ഡയറക്ടർ അംഗീകാരം നൽകിയതോടെ സമുദായത്തിന്റെ പേര് പറഞ്ഞ് തടിച്ചു കൊഴുത്ത അഴിമതി ചക്രവർത്തിക്ക് നിയമത്തിന് മുന്നിൽ അഴിയെണ്ണേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. വയനാട് യൂണിയനുമായി ബന്ധപ്പെട്ട് സമുദായ അംഗങ്ങളുടെ 10 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ അന്വേഷണം പൂർത്തിയായതായി അന്വേഷണ സംഘം ഹൈക്കോടതി ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. നിയമത്തിന്റെ പഴുതുകളിൽ ഒളിച്ചും സ്വാധീനം ഉപയോഗിച്ചും കാലങ്ങളായി വെള്ളാപ്പള്ളി നടേശൻ രക്ഷപ്പെടാൻ ശ്രമിച്ച അഴിമതിയുടെ കോട്ടകളാണ് ഇപ്പോൾ ഒന്നൊന്നായി തകരുന്നത്. കേസ് അട്ടിമറിക്കാനും അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാനും നടന്ന ഒത്തുകളിക്കെതിരെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകാത്തതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ ജസ്റ്റിസ് A. ബദറുദ്ദീൻ 3 ആഴ്ചയ്ക്കുള്ളിൽ കൃത്യമായ റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ അന്വേഷണ ചുമതലയുള്ള SPS ശശിധരനെ മാറ്റുമെന്നും മറ്റൊരു ഉദ്യോഗസ്ഥനെ നിയോഗിക്കുമെന്നും കർശന മുന്നറിയിപ്പ് നൽകി. ഇതോടെ അന്വേഷണം അട്ടിമറിക്കാൻ വെള്ളാപ്പള്ളി കേന്ദ്രങ്ങൾ നടത്തിയ സകല നീക്കങ്ങളും പൊളിഞ്ഞു പോവുകയായിരുന്നു. SNDP യോഗത്തിന്റെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ നൽകാനായി പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷനിൽ നിന്നും അനുവദിച്ച കോടിക്കണക്കിന് രൂപയാണ് വെള്ളാപ്പള്ളിയും കൂട്ടരും ചേർന്ന് അടിച്ചുമാറ്റിയത്. അർഹരായ പാവപ്പെട്ട സ്ത്രീകൾക്ക് പണം നൽകാതെ വ്യാജ പേരുകളിലും ഇല്ലാത്ത അക്കൗണ്ടുകളിലും കോടികൾ വകമാറ്റി ചെലവഴിച്ചു. സമുദായത്തിലെ സാധാരണക്കാരായ സ്ത്രീകളെ വെറും കരുക്കളാക്കി മാറ്റി. അവരുടെ പേരിൽ വരുന്ന വലിയ തുകകൾ സ്വന്തം സാമ്രാജ്യം വളർത്താൻ വെള്ളാപ്പള്ളി ഉപയോഗിച്ചു എന്ന ഗുരുതരമായ ആരോപണവും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. 2016 മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയ ധീരമായ ഹർജിക്ക് പിന്നാലെയാണ് ഈ കോടികളുടെ മൈക്രോ ഫിനാൻസ് കൊള്ളയെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയത്. ഒരു പതിറ്റാണ്ടോളമായി സമുദായത്തിന്റെ കാവലാളെന്ന വ്യാജേന തങ്ങളെ പറ്റിച്ച വെള്ളാപ്പള്ളി നടേശന്റെ അഴിമതി മുഖംമൂടിയാണ് ഇപ്പോൾ നിയമത്തിന് മുന്നിൽ അഴിഞ്ഞു വീഴുന്നത്. സമുദായത്തിലെ പാവപ്പെട്ടവരുടെ പണം കവർന്ന ഈ തട്ടിപ്പുകാരൻ അർഹിക്കുന്ന ശിക്ഷ വാങ്ങുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ പൊതുസമൂഹമുള്ളത്.